മിന്നും മിന്നും താരം തെന്നി തെന്നി പോകുന്നു നീലാകാശമതിൽ. രാവിൽ പിറന്നു രാജാധിരാജാവാ. സ്തുതിച്ചൊൽ ക്രിസ്മസ് ബോധമോടെ എല്ലാരും എല്ലാരും സ്തുതിച്ചൊൽ ദേവകുമാരനെ എല്ലാരും എല്ലാരും സ്തുതിച്ചൊൽ. സൃഷ്ടിയെല്ലാം ഉണർന്നു. മണ്ണിൽ മാനവജന്മം പോകി വിണ്ണിൻ രാജകുമാരൻ, വിണ്ണിൻ രാജകുമാരൻ. സ്വർഗവാതിൽ തുറന്നു, സൃഷ്ടിയെല്ലാം ഉണർന്നു. മണ്ണിൽ മാനവജന്മം പോകി വിണ്ണിൻ രാജകുമാരൻ, വിണ്ണിൻ രാജകുമാരൻ. സ്വർഗവാതിൽ തുറന്നു. ചുമലുകളേറും ചുമലുകളിൽ ഒരു കൈത്താങ്ങായി നൽകിടാം. ചുവടുകളേറും
വിരുന്നിനെത്തി. പണ്ടു പണ്ടൊരു രാവിൽ, പൂവിരിയും രാവിൽ, പൂനിലാവും പൂവളവും പാടി വന്നൊരു രാവിൽ, വാനമേഘം പൊട്ടി വീണൊരു താരക പൈതൽ, താഴെയിൽ ഭൂമിയിൽ വിരുന്നിനെത്തി. നാഗലോലം പ്രകൃതിയാകെ സുരഭിലം, ഗാനവീചികൾ അലയടിച്ചും ശ്രുതികരം. നാഗലോലം പ്രകൃതിയാകെ സുരഭിലം, ഗാനവീചികൾ അലയടിച്ചും ശ്രുതികരം. ആശാന്തരജനിയിൽ ആ നീലനിലാവിൽ, ആശാന്തരജനിയിൽ ആ നീലനിലാവിൽ, പാരിതിൻ പാലകൻ വന്നണഞ്ഞല്ലോ. പണ്ടു പണ്ടൊരു രാവിൽ, പൂവിരിയും രാവിൽ, പൂനിലാവും പൂവളവും പാടി വന്നൊരു രാവിൽ, വാനമേഘം പൊട്ടി വീണൊരു താരക പൈതൽ, താഴെയിൽ ഭൂമിയിൽ വിരുന്നിനെത്തി. പണ്ടു പണ്ടൊരു രാവിൽ, പൂവിരിയും രാവിൽ, പൂനിലാവും പൂവളവും പാടി വന്നൊരു രാവിൽ. പിഞ്ചുവദനം നിറഞ്ഞു നിൽക്കും പുഞ്ചിരി കണ്ടു ദൂരെ ദൂരെ നിൽക്കും ചന്ദ്രിക. പിഞ്ചുവദനം നിറഞ്ഞു നിൽക്കും പുഞ്ചിരി കണ്ടു ദൂരെ ദൂരെ നിൽക്കും ചന്ദ്രിക. ആരോമ ശിശുവിനെ ആരോരമാട്ടാം, ആരോമ ശിശുവിനെ ആരോരമാട്ടാം,
ഹല്ലേലൂയ ഹല്ലേലൂയ. ആട്ടിടയൻ ഗീതരായി ദൂതവാക്യം കേട്ടിടവേ യേശുരാജൻ ബേത്ലഹേമിൽ എൻപേർക്കു ജാതനായി. യേശുരാജൻ ബേത്ലഹേമിൽ എൻപേർക്കു ജാതനായി. പൊന്നുമൂരും കുന്തിരിക്കും കാഴ്ചവെച്ച രാജാക്കന്മാർ രാജകുമാരനെ കണ്ടു വണങ്ങുവാൻ ദൂരെ നിന്നു വന്നു. രാജകുമാരനെ കണ്ടു വണങ്ങുവാൻ ദൂരെ നിന്നു വന്നു. പുതിയൊരു താരകം മീതെ മിന്നി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുതിയൊരു താരകം മീതെ മിന്നി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ൂരിരുട്ടിൽ ആണ്ടുപോയ പാരിടത്തിൽ ശോഭവിശ യേശുരാജൻ ബേത്ലഹേമിൽ എൻപേർക്കു ജാതനായി. യേശുരാജൻ ബേത്ലഹേമിൽ എൻപേർക്കു ജാതനായി. ഒന്നുമില്ലേ നാഥ ഒന്നുമില്ലേ ഒന്നുമില്ലേ നിന്റെ മുൻപിൽ വെപ്പാൻ. രാജാധിരാജനെ ദേവകുമാരനെ ഞാൻ തന്നെ നിൻ സ്വന്തം. രാജാധിരാജനെ ദേവകുമാരനെ ഞാൻ തന്നെ നിൻ സ്വന്തം. മിന്നും താരം മിന്നി തെന്നി പോകുന്നു നീലാകാശമതിൽ. മിന്നും മിന്നും താരം തെന്നി തെന്നി പോകുന്നു നീലാകാശമതിൽ. താഴെ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേത്ലഹേം പട്ടണത്തിൽ. താഴെ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേത്ലഹേം പട്ടണത്തിൽ. ഹല്ലേലൂയ പാടാം. ആഹാ
പൊന്മകനാ. മന്നവനേശു മന്നിടത്തിൽ പിറന്നു മറിയത്തിൻ പൊന്മകനാ. മിന്നും താരം മിന്നിത്തെന്നിപ്പോകുന്നു നീലാകാശമതിൽ. മിന്നും മിന്നും താരം തെന്നിത്തെന്നിപ്പോകുന്നു നീലാകാശമതിൽ. താഴെ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേഥലേം പട്ടണത്തിൽ. താഴെ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേഥലേം പട്ടണത്തിൽ. കൊട്ടാരം തന്നിൽ രാജനെ തിരഞ്ഞവർ കണ്ടില്ല വിളങ്ങും. കൊട്ടാരം തന്നിൽ രാജനെ തിരഞ്ഞവർ കണ്ടില്ല വിളങ്ങും. കാലത്തിൻ സ്വപ്നം കാലിൽ തൊഴുത്തിൽ കന്യകതൻ മടിയിൽ. കാലത്തിൻ സ്വപ്നം കാലിൽ തൊഴുത്തിൽ കന്യകതൻ മടിയിൽ. ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ പാടാം. മന്നവനേശു മന്നിടത്തിൽ പിറന്നു മറിയത്തിൻ പൊന്മകനാ. മന്നവനേശു മന്നിടത്തിൽ പിറന്നു മറിയത്തിൻ പൊന്മകനാ. മിന്നും താരം മിന്നിത്തെന്നിപ്പോകുന്നു നീലാകാശമതിൽ. മിന്നും മിന്നും താരം തെന്നിത്തെന്നിപ്പോകുന്നു നീലാകാശമതിൽ. താഴെ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേഥലേം പട്ടണത്തിൽ. താഴെ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേഥലേം പട്ടണത്തിൽ. പുൽക്കൂടിൻ മീതെ താരം വന്നു നിന്നു പൈതലമേശുവിനെ. പുൽക്കൂടിൻ മീതെ താരം വന്നു നിന്നു പൈതലമേശുവിനെ. രാജാക്കൾ മൂവർ താണു വീണു വണങ്ങി കാഴ്ചകളേകിടുന്നു. രാജാക്കൾ മൂവർ താണു വീണു വണങ്ങി കാഴ്ചകളേകിടുന്നു. ഹല്ലേലൂയ പാടാം.
രാജീവമാം രാവിൽ പിറന്നു രാജാധിരാജാവാ. നന്മ വിതപ്പാൻ ഭൂവിൽ വന്നു നാഥൻ നല്ല ദേവൻ. നന്മ വിതപ്പാൻ ഭൂവിൽ വന്നു നാഥൻ നല്ല ദേവൻ. അജപാലമന്നു ഗോശാല തന്നിൽ യാമിനി ലാവണ്യമാ. അജപാലമന്നു ഗോശാല തന്നിൽ യാമിനി ലാവണ്യമാ. മഹനീയ മാനവ ഭോജനമാ. മഹിതലം ധന്യമാ. സത്യയുഗത്തിൽ നട തുറന്നു സ്വർഗം വാതിൽ നൽകി. സത്യയുഗത്തിൽ നട തുറന്നു സ്വർഗം വാതിൽ നൽകി. രാജീവമാം രാവിൽ പിറന്നു രാജാധിരാജാവാ. നന്മ വിതപ്പാൻ ഭൂവിൽ വന്നു നാഥൻ നല്ല ദേവൻ. നന്മ വിതപ്പാൻ ഭൂവിൽ വന്നു നാഥൻ നല്ല ദേവൻ. ദേവാദേവൻ രാജാരാജൻ നസ്രത്തിൽ പിറന്നു. ദേവാദേവൻ രാജാരാജൻ നസ്രത്തിൽ പിറന്നു. മഹനീയ മാനവ ഭോജനമാ. മഹിതലം ധന്യമാ. വീരിസുതനായി മണ്ണിൽ വന്നു ആരിൽ ശാന്തി നൽകി. വീരിസുതനായി മണ്ണിൽ വന്നു ആരിൽ ശാന്തി നൽകി. രാജീവമാം
സ്തുതിച്ചൊൽ ക്രിസ്മസ് ബോധമോടെ എല്ലാരും സ്തുതിച്ചൊൽ ദേവകുമാരനെ എല്ലാരും സ്തുതിച്ചൊൽ ശോഭ തിങ്ങും പാതിരാവിൽ യേശു തമ്പുരാൻ വന്നു ലോകെ മേരി തനോജന വന്നു ലോകെ മേരി തനോജന സ്വർഗീയ സൈന്യം സ്വർഗീയ ഗാനങ്ങൾ സ്വർഗീയ സൈന്യം സ്വർഗീയ ഗാനം ഇമ്പമായി പാടുന്നു ആ പുരിയതിൽ വന്നു ജാതന ശോഭ തിങ്ങും പാതിരാവിൽ യേശു തമ്പുരാൻ വന്നു ലോകെ മേരി തനോജന വന്നു ലോകെ മേരി തനോജന ക്രിസ്മസ് ബോധമോടെ എല്ലാരും സ്തുതിച്ചൊൽ നാഥനേശുവിനെ എല്ലാരും സ്തുതിച്ചൊൽ ശാന്തം പ്രീതി ലോകമെങ്ങും ഉണ്ട് ലോകത്ത് ദൂതർ പാടി ആകാശം മുഴക്കി ദൂതർ പാടി ആകാശം മുഴക്കി സ്വർഗീയ സൈന്യം സ്വർഗീയ ഗാനങ്ങൾ സ്വർഗീയ സൈന്യം സ്വർഗീയ ഗാനം ഇമ്പമായി പാടുന്നു ആ പുരിയതിൽ വന്നു ജാതന ശോഭ തിങ്ങും പാതിരാവിൽ യേശു തമ്പുരാൻ വന്നു ലോകെ മേരി തനോജന വന്നു ലോകെ മേരി തനോജന ക്രിസ്മസ് ബോധമോടെ എല്ലാരും സ്തുതിച്ചൊൽ ഈശോ തമ്പുരാനെ എല്ലാരും സ്തുതിച്ചൊൽ ശാപദോഷം തീർത്തു നമ്മെ വീണ്ടെടുപ്പാനായി ജാതം ചെയ്തു വേദനയോടത്തിൽ ജാതം ചെയ്തു വേദനയോടത്തിൽ സ്വർഗീയ സൈന്യം സ്വർഗീയ ഗാനങ്ങൾ
സ്വർഗീയ സൈന്യം സ്വർഗീയ ഗാനം ഇമ്പമായി പാടുന്നു. ആ പുരിയതിൽ വന്നു ജാതന ശോഭതിങ്ങും പാതിരാവിൽ യേശു തമ്പുരാൻ വന്നു ലോകെ മേരി തനോജന വന്നു ലോകെ മേരി തനോജന. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു. ക്രിസ്മസിൻ്റെ ദൂതിൽ പ്രധാനമായും മുഴങ്ങിക്കേൾക്കുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതായ വലിയൊരു സന്ദേശമാണ്. ഇംഗ്ലീഷിൽ ഫിയർ നോട്ട് എന്ന വാക്കിലാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഭയപ്പാട് ആർക്കൊക്കെയായിരുന്നു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭയപ്പെട്ടവർ രണ്ടു കൂട്ടം ആളുകളായിരുന്നു. ഒന്ന്, ആ രാജ്യം ഭരിച്ചിരുന്നതായ ഹെരോദ രാജാവ്. രണ്ട്, ആ രാജ്യത്ത് ജീവിച്ചിരുന്നതായ ജനം. ഹെരോദ രാജാവ് ഭയപ്പെട്ടത് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ജനനം തൻ്റെ ഭരണക്രമങ്ങളെ മാറ്റിമറിക്കുമോ എന്ന് ആകുലതയുണ്ടായിരുന്നു. ഭയപ്പെട്ടിരുന്നു. തൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങേണ്ടി വരുമെന്നുള്ളതായ ഭയം തന്നെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് ഹെരോദ രാജാവിൻ്റെ ഭയം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. തൻ്റെ ഭരണക്രമങ്ങളെ, ഭരണരീതികളെയൊക്കെ തകിടം മറിക്കുന്ന ഒരു രാജാതിരാജാവ് ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഭയപ്പെട്ട ഒരു രാജാവിൻ്റെ ചിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തേത്, ആ രാജ്യത്ത് ജീവിച്ചിരുന്ന ജനത്തിൻ്റെ ഭയമാണ്. ഹെരോദ രാജാവ് ഇനിയും ഈ രാജ്യം ഭരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, ഞങ്ങൾക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതായിട്ട് വരും, വീണ്ടും ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പീഡനങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ജനം ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, സങ്കടത്തോടെ വിലാപത്തോടെ അവരുടെ അപേക്ഷകൾ അയച്ചു. സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളെ ശിക്ഷിക്കുന്ന രാജാവിന് പകരം ഞങ്ങളെ രക്ഷിക്കുന്ന ഒരു രാജാവിനെ അയച്ചു തരണമെന്നതായിരുന്നു അവരുടെ പ്രാർത്ഥന. ആ സങ്കട പ്രാർത്ഥന കേട്ട് മനസ്സലിഞ്ഞ് സ്വർഗസ്ഥനായ പിതാവ് ഭൂമിയിലേക്ക് ഒരു രക്ഷകനെ അയച്ചു. അങ്ങനെയാണ് ആ രക്ഷകൻ്റെ കടന്നുവരവും സർവ്വജനത്തിൻ്റെ സന്തോഷം നൽകുന്ന ക്രിസ്മസ് ദൂതും. ആ ക്രിസ്മസിൽ ദൂതിൽ ഏറ്റവും അധികം മുഴങ്ങിക്കേൾക്കുന്നത്, നിങ്ങൾക്ക് ഭയമില്ല, ഭയപ്പെടേണ്ട, നിങ്ങളോടൊപ്പം ഇതാ വസിക്കുവാനുള്ളതായ ഒരു ഇമ്മാനുവേലായിട്ട് ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് ഇതാ അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരും ഇനിയും ഒറ്റയ്ക്കല്ല. ക്രിസ്മസിൻ്റെ ദൂതിൽ വളരെ മുഴങ്ങിക്കേൾക്കുന്ന വലിയൊരു ദിവ്യമായ സന്ദേശമാണ്, നിങ്ങൾ ആരും, നമ്മൾ ആരും ഇനിയും ഒറ്റയ്ക്കല്ല. പലപ്പോഴും ജീവിതത്തിൻ്റെ സങ്കടത്തിൻ്റെ മധ്യത്തിൽ, പല പ്രതിസന്ധികളുടെ മധ്യത്തിൽ, രോഗത്തിൻ്റെ മധ്യത്തിൽ, സാമ്പത്തിക പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കും, നമ്മളെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ, സങ്കടപ്പെടും, നമ്മളെ ആരും ഒന്ന് കരുതുവാനില്ലല്ലോ. അങ്ങനെ വേദനയുടെയും ഭാരത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ആ വലിയ ദുഃഖത്തിൻ്റെയും മധ്യത്തിൽ ഇതാ യേശു കർത്താവ് പിറന്നു വീണതിന് ശേഷം പറയുകയാണ്, ഞാൻ ഇമ്മാനുവേലാണ്, ദൈവം ഞങ്ങളോട് കൂടെ എന്നർത്ഥമാക്കുന്ന ഇമ്മാനുവേലായി ഭൂമിയിലേക്ക് കടന്നു വന്നതായ യേശു ക്രിസ്തു പിറന്നു വീണത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്താണ്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത് രണ്ടാമത് നമുക്ക് നൽകുന്ന വലിയൊരു ദൂത് ഉണ്ട്. അത് ഒരു തുറക്കപ്പെടലിൻ്റെ അനുഭവമാണ്. തുറക്കപ്പെടലിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ 4 വശവും തുറന്നിട്ടിരിക്കുന്നതായ ഒരു പശുത്തൊഴുത്തിലാണ് യേശു ക്രിസ്തു ഭൂജാതനാകുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത്, ഏത് ജാതിയിൽപ്പെട്ടവരെയും, ഏത് സഭയിൽപ്പെട്ടവരെയും, ഏത്
രാജ്യത്തുള്ളവരെയും ഉൾക്കൊള്ളുന്ന 4 വശത്തുകൂടെ വരുന്ന ആളുകളെയും ഇതിവിടേക്ക് പ്രവേശിപ്പിക്കുന്നതായ ഒരു പ്രക്രിയയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കുവാനായിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് സർവ്വജനത്തിനും ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മഹാസന്തോഷം. ഞാൻ മാർത്തോമാ സഭയിലെ ഒരു പട്ടക്കാരനാണ്. ഞങ്ങളുടെ മാർത്തോമാ സഭയ്ക്ക് എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടത്തുന്നുണ്ട്. ആ മാരാമൺ കൺവെൻഷൻ നടത്തുന്ന സമയത്ത് ഞങ്ങൾ ഏതാണ്ട് 100,000-ഓളം പേർ ഇരിക്കത്തക്കവണ്ണമുള്ളതായ ഒരു പന്തലാണ് നിർമ്മിക്കുന്നത്. ആ പന്തലിനൊരു മേൽക്കൂരയേ ഉള്ളൂ, 4 വശവും മറച്ചിട്ടില്ല. അതിൻ്റെ സ്റ്റേജിൻ്റെ ഭാഗത്ത് തുറന്നിട്ടിരിക്കുകയാണ്, അതിൻ്റെ കിഴക്ക് വശത്തെ ഭാഗം തുറന്നിട്ടിരിക്കുകയാണ്, അതിൻ്റെ വടക്ക് വശത്തെ ഭാഗം തുറന്നിട്ടിരിക്കുകയാണ്, പടിഞ്ഞാറ് നിന്ന് ധാരാളം ആളുകൾ വരുന്ന ആ ഭാഗവും തുറന്നിട്ടിരിക്കുകയാണ്. ഒരു തുറക്കപ്പെടലിൻ്റെ അനുഭവം അവിടെ കാണിച്ചിരിക്കുന്നത് എല്ലാ ജാതികളെയും, എല്ലാവരെയും, എല്ലാ കളറിലുള്ളവരെയും, എല്ലാ വിഭാഗത്തിലുള്ളവരെയും ഇതാ സ്വീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ദിവ്യമായ സന്ദേശം, ആ രക്ഷിതാവിൻ്റെ ദിവ്യമായ ദൂത് ഉൾക്കൊള്ളുവാനായിട്ട് മാടി വിളിക്കുന്ന ഒരു തുറക്കപ്പെടലിൻ്റെ അനുഭവം നമുക്ക് അവിടെയും കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ സങ്കടത്തിൻ്റെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ, ഭാരത്തിൻ്റെ മധ്യത്തിൽ, രോഗത്തിൻ്റെ മധ്യത്തിൽ ആരും എൻ്റെ കൂടെ ഇല്ല എന്ന് വിചാരിക്കരുത്, ആരും ഒറ്റയ്ക്കല്ല എന്ന് വിചാരിക്കരുത്. യേശു കർത്താവ് വന്നിരിക്കുന്നത് ഇമ്മാനുവലായിട്ടാണ്, നമ്മളോടൊപ്പം നിൽക്കാനായിട്ടാണ്. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നു ആരും ഒറ്റയ്ക്കല്ല. നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് വന്നിരിക്കുകയാണ്, നമ്മളെയൊക്കെ സ്നേഹിക്കുവാൻ വന്നിരിക്കുകയാണ്, നമ്മളെയൊക്കെ ശക്തീകരിക്കാൻ വന്നിരിക്കുകയാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഇതൊരു തുറക്കപ്പെടേണ്ട അനുഭവമാണ്, എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു പ്രത്യേക ഒരു രക്ഷിതാവിൻ്റെ ക്രമീകരണം. അതുകൊണ്ട് കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ കാഴ്ചകൾ അർപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പൂജാരാജാക്കന്മാർ കിഴക്ക് നിന്ന് വന്നവർ, അവർ 3 പേർ വന്നപ്പോൾ പൊന്നും മീറയും കുന്തിരിക്കവും അർപ്പിച്ചു. പൊന്നെന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ഒരു മുമ്പിൽ അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. മൂര് എന്ന് പറയുന്നത് പ്രവാചകനായിട്ടാണ് യേശു വരുന്നത് എന്ന് മോശ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പ്രവാചകനായിരിക്കുമോ എന്ന് വിചാരിച്ച് സമർപ്പിച്ചതാണ്. കുന്തിരിക്കമെന്ന് പറയുന്നത് മെൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന ഒരു പുരോഹിതനാണ് യേശു കർത്താവ് എന്ന് വിചാരിച്ചാണ് ഈ കുന്തിരിക്കം അവിടെ അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പൊന്ന് അവിടെ അർപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിനെ ജനനത്തിന് ശേഷം ഈജിപ്തിലേക്ക് പാലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. ആ പാലായനം ചെയ്ത സമയത്ത് അവിടുത്തെ കഷ്ടപ്പാടുകളുടെ മധ്യത്തിൽ, ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിൽ, ആ ഗുണപത്തിൻ്റെ ദാരിദ്ര്യം അകറ്റുവാനായിട്ട് ഈ രാജാക്കന്മാർ സമർപ്പിച്ചതിൽ പൊന്ന് ഉപകരിച്ചു എന്നാണ് ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്നതായ ഈ രക്ഷിതാവിനെ, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമ്മളെ ഒറ്റയ്ക്കാക്കാത്ത ഈ കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ച് ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് സന്തോഷകരമായി ആചരിക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുന്നു.